ക്ഷമിക്കണേ അച്ഛാ, അറിവില്ലാതെ ചെയ്തു പോയതാ. എന്നാലും അച്ഛൻ എന്നെ കാണാൻ വന്നല്ലോ, എനിക്കത് മതി. എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ല. നിങ്ങൾ ആരും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. ഇനി എന്റെ മരണം വരെ എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. നാടകം മതിയാക്കി എഴുന്നേക്ക്. നിന്റെ അഭിനയത്തിന് ഇപ്പൊ പഴയ ശക്തി പോരാ. നിന്റെ കരച്ചില് കാണാനും നിന്നെ തിരിച്ചു വിളിച്ചോണ്ട് പോകാനും വന്നതല്ല ഞാൻ. എന്താ ഇത്? തുറന്നു നോക്ക്. ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനോ? എന്താ അച്ഛാ ഇത്? എന്റെ കയ്യിൽ നിന്നൊരു ചെറിയ തെറ്റ് പറ്റിയെന്ന് കരുതി എന്നെ ഉപേക്ഷിക്കരുത്. നിങ്ങളെ ആരെയും കാണാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഞാൻ വന്നത് ഈ ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് പോകാനാ. നന്ദന്റെ ജീവിതത്തിൽ ഇനി നീ വേണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. അയ്യോ അച്ഛ, അങ്ങനെ പറയരുത്. എന്റെ നന്ദേട്ടനെ പിരിയാൻ എനിക്ക് കഴിയില്ല. നന്ദന് നിന്നെ വേണ്ടെന്ന് അവൻ തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. അവന് വേണ്ടാത്തൊന്നും ഞങ്ങൾക്കും വേണ്ട. അച്ഛാ, ഇതൊന്നും കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. എന്റെ നന്ദേട്ടൻ എന്റെ പ്രാണനാ. 7 വർഷം എന്റെ മകനെ നീ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു. അതുകൊണ്ട് നിന്റെ കലി അടങ്ങിയില്ല. അവന്റെ ജീവിതം മുഴുവൻ നീ നശിപ്പിച്ചു, സമാധാനം കെടുത്തി, അവനെ കൊല്ലാൻ വരെ നോക്കി. ഇനിയും നിന്നോട് ഞാൻ ക്ഷമിക്കണമെന്നാണോ നീ പറയുന്നത്? എന്നോട് ഇങ്ങനൊന്നും പറയല്ലേ അച്ഛാ, എനിക്കിത് സഹിക്കാൻ കഴിയില്ല. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ മുഴുവൻ തീരുമാനമാണ്. നിനക്ക് ഞങ്ങൾ എത്ര പണം വേണമെങ്കിലും നഷ്ടപരിഹാരമായിട്ട് തരാൻ തയ്യാറാണ്. പകരം ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ നീ ഒപ്പിട്ട് തരണം. എല്ലാം ഇതുകൊണ്ട് അവസാനിക്കട്ടെ. അവസാനിക്കാനോ? എന്തവസാനിപ്പിക്കാൻ? ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇതേ വെറൊരു തുടക്കം മാത്രമേ ആയുള്ളൂ. അപ്പോഴേക്ക് ഇങ്ങനെ പേടിച്ചാലോ? എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? നേരത്തെ പറഞ്ഞില്ലേ എന്റെ അഭിനയം ഇപ്പൊ അങ്ങോട്ട് ശരിയാവുന്നില്ലാന്ന്. എന്നാ ഞാനിപ്പോ ഒട്ടും അഭിനയിക്കാതെ ഒരു കാര്യം പറയാം. ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഞാൻ ഒപ്പിടില്ല. എനിക്ക് സംഭവിച്ച നഷ്ടങ്ങൾക്ക് പകരം പണം തന്നെല്ലാം അവസാനിപ്പിക്കാൻ അച്ഛന് കഴിയില്ല. ഈ വീടച്ഛന് ഓർമ്മയുണ്ടല്ലോ. നിങ്ങളുടെ ചതിയിൽ തകർന്നു പോയത് എന്റെ അച്ഛനും ഞാനും എന്റെ ഈ കുടുംബമാ. എന്റെ അച്ഛന്റെ ശവം കണ്ട് വിറങ്ങലിച്ച നാളു മുതൽ നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തിനോട് യുദ്ധം പ്രഖ്യാപിച്ചു തന്നെ. ഇത് വിധിയാ. അല്ലെങ്കിൽ ഈ ഡിവോഴ്സ് പെറ്റീഷനും കൊണ്ട് നിങ്ങൾ ഇവിടെ വരില്ല. മനസ്സുകൊണ്ടെങ്കിലും എന്റെ അച്ഛനോട് മാപ്പ് പറയാനായിരിക്കും ദൈവം നിങ്ങളെ ഈ മുറ്റത്തേക്ക് വീണ്ടും കൊണ്ടുവന്നത്. വാ. എന്തൊക്കെയായാലും അവർ എന്റെ ചേച്ചിയാണല്ലോ. വേണമെങ്കിൽ അവരെന്നെ കൊന്നോട്ടെ, എന്നാലും ഞാൻ പോകും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും വരാം. നീ തനിയെ പോണ്ട. ഈ വീടിനു വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. നിങ്ങൾ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവൾ ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് തരും എന്ന പ്രതീക്ഷയൊന്നും വേണ്ട. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മകന്റെ ഭാര്യയായി ഇനി ഈ വീട്ടിൽ അവള് വേണ്ട എന്ന് തന്നെയാ എന്റെ തീരുമാനം.
ആരാ പേഷ്യന്റ്? ലക്ഷ്മിയുടെ ബന്ധുവാണോ? സച്ചി ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ബന്ധു എന്നാ പറഞ്ഞത്. വാ കാണിച്ചു തരാം. ദാ അങ്ങോട്ട് നോക്ക്. എവിടെ? ആ കട്ടില് ട്രിപ്പിട്ട് കിടത്തിരിക്കുന്ന പേഷ്യന്റിനെ കണ്ടില്ലേ? അതാണ് ലക്ഷ്മി പറഞ്ഞ പേഷ്യന്റ്. ലക്ഷ്മി. അതെ, ലക്ഷ്മി തന്നെയാണ് ആ പേഷ്യന്റ്. ലക്ഷ്മി സച്ചിൻ തമ്മിൽ എന്താ ബന്ധം?